ശരി, ഒരു വട്ടം കൂടി നോക്കാം. റോയിയെ നേരം പോകും, നമുക്ക് ഇറങ്ങിയാലോ? രാഹുലം കഴിഞ്ഞിട്ടില്ല. രാഹുലം കഴിഞ്ഞു. നമ്മളീ നസ്രാണികൾക്ക് എന്തോ രാഹുലമാണോ പോയി? രാഹുവിനും കേതുവിനൊന്നും ഇപ്പൊ ജാതിയും മതമൊന്നും ഇല്ലെന്നേ. വടക്കോട്ടുള്ള നമ്മുടെ കച്ചവടക്കാരായ സമുദായക്കാരൊക്കെ പെരുങ്ങോട്ടുകാരല്ല ചാത്തന്റെ പറ്റുകാരാ. നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ഇതിലൊക്കെ എന്തൊക്കെയുണ്ട് ഇല്ലേ? ആ, മൊബൈൽ എന്തോ രാഹുലം നോക്കുമെന്നോ? അളിയ രാഹുലം കഴിഞ്ഞ് ദൂരെ നിന്നുള്ള നമ്മളിവിടെ നേരത്തെ എത്തി. തൊട്ടടുത്തുള്ള ഇവർക്ക് വരാൻ എന്താ ഇത്ര താമസം? അതച്ചായോ, നമ്മുടെ ഒരു അച്ചടക്കവും കൃത്യനിഷ്ഠയൊന്നും ഇവിടുത്തുകാർക്ക് ഇല്ലെന്നേ. കുറച്ചു പേരെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോ ഇത്രയും കുറച്ചു പേരെ വിളിക്കത്തുള്ളൂ എന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. ആ പോട്ടെ, കെട്ടുവരുമല്ലേ, നമുക്ക് അടിച്ച് പൊളിക്കാന്നേ. മോളെ മതി കഴിച്ചത്, ആൾക്കാർ കാണും. ആൾക്കാർ വേണമെന്ന് വെച്ചാൽ ഞാൻ അവർക്ക് കൊടുക്കാനൊന്നുമില്ല. പെണ്ണിന്റെ കാര്യം. ചേട്ടാ ഇതൊന്ന് പറത്താൻ തരും ചേട്ടാ. പൊക്കോണം, എന്നാ പിള്ളേർ കളിക്കാനുള്ള സാധനം ഒന്ന് ചേട്ടാ. ചേട്ടാ ഇവന് അത്യാവശ്യത്തിന് റെമോളൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാ പഠിച്ചാലും ശരി, ഇതൊന്നും നിന്റെ കയ്യിൽ തരാൻ പറ്റത്തില്ല. പ്ലീസ് ചേട്ടാ. ആ നടേ വന്നു. ഹലോ, മമ്മി ദേന്റെ ചെറുക്കൻ. നിന്റെ മോളെ रोहन നമസ്കാരം. ഹലോ. വെൽക്കം. വന്നിട്ട് ഒത്തിരി നേരമായോ? ഇല്ല ഒരു 1.5-2 മണിക്കൂർ എന്ത് വൈകി? ഭയങ്കര ട്രാഫിക്. മെസ്സേജ് ആ മെസ്സേജ് ഞാൻ പറഞ്ഞില്ലേ, മെസ്സേജ് വന്നിട്ട് വരത്തുള്ളൂ. ട്രാഫിക് അതെ അമ്മച്ചി, ഇച്ചാൻ ഇന്നലെ ഒരു അത്യാവശ്യ ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്നിവിടെ ഒരു മനസ്സമ്മതം നടക്കുകയല്ലയോ? ഇന്നെങ്കിലും നേരത്തെ വന്നൂടെ? റോയ് ഓഫീസിൽ പോയിട്ട് എത്ര ദിവസമായിന്നറിയോ? ഓ, അതൊക്കെ വലിയ ബുദ്ധിമുട്ടാ വെച്ചി. ബിസിനസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കഞ്ഞൂടി മുട്ടിപ്പോവും. പിന്നെ ഇട്ടുമൂടാളത്ര ശ്രീധനം കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് എന്താവാലോ? നമ്മുടെ കാര്യം അങ്ങനെ അല്ലല്ലോ. ആ മോള് വാ. വാ 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 ചേട്ടാ. അവരെത്തി അമ്മച്ചി. ആ പെണ്ണെത്തിയിട്ടുണ്ട്. ഡോറ് തുറന്നിട്ടേ കൈ പിടിച്ച് കുട്ടി ഇറക്കിക്കോ. ഹായ്. ഹായ്. ആ ഡോർ അടച്ച്. ആ നീ രണ്ടുപേരും ഇങ്ങോട്ട് നോക്കി. ആ ഇവിടെ രോഹൻ എന്ന ചുള്ളനായിട്ടുണ്ട്. താങ്ക് യു. വീണ്ടും സംസാരിക്കുന്നു. എനിക്കെന്നെ പിടിച്ചു തരുമോ? അതൊരു ക്യാമറയാ, തുമ്പിയൊന്നും അല്ല. പിടിച്ചതാ. ഓക്കെ ആണോ? മോളെ വാ പോവാ. ഒന്നുമില്ല, തുമ്പി പിടിക്കണം. ജെയിംസ്, നീ എവിടെയത്? എയർപോർട്ടിലോ? ആ ഇനി നീ പള്ളിയിലോട്ട് വരണ്ട. ഇത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകും, ചെറുക്കൻ്റെ വീട്ടിലോട്ട്. ആ അത് എന്തുവാ ഇത്? ഒരു മിനിറ്റ്. എന്നതാ അവർക്ക് എന്നതാ ഇത്? ഒരു ചടങ്ങാമൊരു സർപ്രൈസ് ഒക്കെ വേണ്ടേ, അതിന് വേണ്ടി. ഇതാണോ സർപ്രൈസ്? ജോസഫ്, ഈ നിൽക്കുന്ന ലിൻഡായെ ഭാര്യയായി സ്വീകരിക്കുവാൻ സമ്മതമാണോ? സമ്മതമാണ്. ലിൻഡ, ഈ നിൽക്കുന്ന ജോസഫിനെ ഭർത്താവായി സ്വീകരിക്കുവാൻ. രോഹനല്ലേ കല്യാണം കഴിക്കുന്നേ? മോളെ അത് രോഹന്റെ പള്ളിയിലുള്ള പേരാ. അപ്പൊ എനിക്കെന്താ പള്ളിയിൽ വേറെ അതൊക്കെ പേരില്ലാത്ത? പിന്നെ പറയാം. അച്ഛാ കണ്ടിന്യൂ. ലിൻഡ, ഈ നിൽക്കുന്ന രോഹനെ അല്ല ജോസഫിനെ ഭർത്താവായി സ്വീകരിക്കുവാൻ സമ്മതമാണോ? സമ്മതമാണ്. ഒരുപാട് സമ്മതമാണ്. മോളെ വളരെ ലാളിച്ചു വളർത്തിയതുകൊണ്ടേ കുസൃതി കുറെ കൂടുതലാണ്. ചുമ്മാരി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വധൂവരന്മാരെ പ്രത്യേകമായ വിധം അനുഗ്രഹിച്ച മിശിഹായുടെ സാന്നിധ്യം അനുഭവിച്ചു. നീ ധൈര്യമായിട്ട് കോൺട്രാക്ട് ഡ്രാഫ്റ്റ് ചെയ്യേ. ഞാനല്ലേ പറയണേ. ആ എന്തോ സ്റ്റാമ്പ് പേപ്പറിൻ്റെ പൈസ ഒക്കെ ഞാൻ നാളെ തരാടോ. ആ പറയും പോലെ ചെയ്യേ.
ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബെസ്റ്റ് വിഷൻ. താങ്ക് യു. ലിൻഡ, ജോസഫിന് ഇണയായും തുണയായും കീഴ്പ്പെട്ട് ജീവിക്കണം കേട്ടോ. ഇണയാവനും തുണയാവനും ഓക്കെ, പക്ഷെ കീഴ്പ്പെട്ട് ജീവിക്കാൻ പറ്റില്ല. മോള് വലിയ കോമഡിയാ. ആ മോനെ റോഹ ഇങ്ങോട്ട് വാ. ഹേയ് ചെഗു. ഹായ് ലിൻഡ. ഹായ് മമ്മി, ഇത് ചെഗു. ഇതാണ് ചെക്കൻ. നല്ല ഗ്ലാമർ അല്ലേ? ഇത് ചെഗു, പുന്നാര ഫ്രണ്ടാ. ബാ നമുക്ക് ഫോട്ടോ എടുക്കാം. രോഹൻ സ്മൈൽ. ഇനി വേറെ പോസ്. അജു ഫാദർ വന്നില്ലേ? അതെ അങ്ങോട്ട് പോയിക്കോ. ഡാഡി ഇതേ ഫോട്ടോ. അങ്ങോട്ട് പോയിക്കോ. ആ ചെഗു പിന്നെ കാണണേ. പിന്നെ കണ്ട ഇതെന്താ? ഒന്നടങ്ങി നടക്ക് കൊച്ചേ. മമ്മി എനിക്ക് വിശക്കുന്നുണ്ടേ. അങ്ങ് ഒന്ന് കഴിക്കാവല്ലോ. ഇച്ചായ ഒരു കാര്യം പറഞ്ഞ വഴക്ക് പറയരുത്. അമ്മച്ചി വീട്ടിൽ കയറിയിട്ട് പോവാന്ന് പറഞ്ഞു. നമുക്കെന്താ വീട് വരുന്നു പോയി. ഇനിയിപ്പൊ ഞാനായിട്ട് നിങ്ങളാരും വിഷമിപ്പിച്ചൊന്നും വേണ്ട. നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നിന്റെ വീട്ടിലൊന്ന് കയറിയിട്ട് പോ. ഞാനിന്ന് അവരുടെ കൂടെ പോട്ടെ. ഇച്ചായ വരില്ലേ? വന്നേക്കണേ. ലൈറ്റ് ഓൺ ആക്കണോ പോയെ? ബ്ലോക്കിലൊന്നും പറ്റില്ല. ഭക്ഷണം കഴിച്ചിട്ട് പോകാവോ? മോളെ നേരെ നിൽക്കുക. ദേ വന്നു. സംസ്ഥാന പ്രസിഡന്റ് എല്ലാവരും ചേർന്ന് നോക്കൂ. ആ സമയായി, സാറിന് വേഗം പോണം. എല്ലാവരും കഴിച്ചിട്ട് കേട്ടോ. നീ നീങ്ങി നിൽക്കുക. അവര് ഫോട്ടോ എടുക്കണ കണ്ടില്ല. മമ്മി വിശക്കുന്നു. ഫോട്ടോ ഒക്കെ പിന്നെ എടുക്കാം. ഗസ്റ്റുകൾക്കൊക്കെ തിരിച്ചു പോകാനുള്ളതല്ലേ. ഫോട്ടോ എടുത്തതിന് ശേഷം ഭക്ഷണം കഴിക്കും. അത് മതി. എന്നതാ ഇപ്പൊ തന്നെ വേണം. മോളെ പറയുന്ന കേൾക്ക്. അങ്ങനെയാണ് ആരും മോളെ നിർബന്ധിക്കണ്ട. നമുക്ക് പോയി കഴിച്ചേച്ചും വരാം. വാ മോളെ. ചക്കര മമ്മി. വാ മോനെ. ആ ഹലോ നമസ്കാരം. അതെ ഞങ്ങളൊന്ന് പെട്ടെന്ന് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാം. അവിടെ ഇരിക്കും കേട്ടോ. എന്റെ ഒപ്പം കഴിക്കണേ. ഓ ശരി. മോള് പതുക്കെ ഇറങ്ങും. സംഗതി ഇവ വിദേശിയാ. ഇതൊരു പോഷ് സെറ്റപ്പുവാ. എന്നിരുന്നാലും ആ പഴയ സുഖം ഇല്ല. പിന്നല്ലാതെ പണ്ടൊക്കെ കല്യാണ വീടിന്റെ പറമ്പിൽ ഏതെങ്കിലും മൂലയിൽ വാറ്റുണ്ടാവും. ടച്ചിങ്സിനായിട്ട് വാഴയിലയില് എല്ലും കപ്പയും. അതൊക്കെ എന്തൊരു സുഖമായിരുന്നു എന്റെ മാത്തച്ച. എന്നാ ഓഞ്ഞ പാട്ടാ ഇവര് വായിക്കുന്നേ. അത് ഏർപ്പാടാക്കിയതേ ഇവിടുത്തെ കഞ്ചാവ് സ്വാമിയാ. എത്ര നാളായി അളിയനെ ഇങ്ങനെ കണ്ടിട്ട്. ഇപ്പോഴല്ലേ എന്റെ ശ്വാസം നേരെ ഇവിടെ. സത്യം പറഞ്ഞാലേ കാശിലും സ്വത്തിലൊന്നും ഒരു കാര്യം മനസ്സമാധാനമാണല്ല അല്ലേ? പിന്നെ ആ റജി
പോരെ ഫാമിലി ഒന്നും ഇല്ലടാ. ഹായ് റോയ്. പറയാൻ വൈകി എന്തോ എന്താ കഴിക്കുന്നു? റോയ്, ഒന്ന് വന്നേ. ഉമ്മച്ച ഞാനൊന്ന് ഫിനിഷ് ചെയ്യിച്ചു അതൊക്കെ പിന്നെ തീർക്കാം. നീ വാ വാ. ഞാനൊന്ന് തീർത്തോട്ടെ എന്നേ. ഞാൻ പറയുന്നത് കേൾക്ക്. അതൊക്കെ പിന്നെ തീർക്കാം. ഒരു അത്യാവശ്യക്കാരുണ്ട്. ഞാൻ വന്നിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടില്ല. ഞാൻ ഇപ്പം തന്നെ വിടാം. 5 മിനിറ്റ് വാ. എന്നതാ വേണ്ടെന്ന് വെച്ചാൽ കൊടുക്കണേ. നീ വാ. സാർ എന്താ വേണ്ടത്? എന്തെങ്കിലും എടുക്ക്. ദാ, നോക്ക്. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? ഇല്ലേ? ഒന്നുമില്ല, ഇതൊക്കെ വെറുതെ ലാളിച്ചോളത്തിന്റെ കുഴപ്പമാണ്. നിങ്ങളായിട്ട് ഇവിടുത്തെ പ്രശ്നം ഉണ്ടാക്കരുത്. ഇല്ല. ആ ഹലോ മാത്യു, റോയ്. വേണ്ട നിന്റെ കഴിച്ചു. നല്ല രസമുണ്ടല്ലേ? കാശ് കുറെ പൊടിച്ചിട്ടുണ്ട്. ആഹാ മോളി, ആഹാ എല്ലാം ഉണ്ട്. ഒത്തിരി നാളായല്ലോ വെക്കോളൂ. അതെ, ഇതൊരു കല്യാണ വീടാ, മരണ വീടല്ല. ചിരിച്ച് പ്ലസന്റ് ആയിട്ട് ഇവിടെ എപ്പോഴും നിൽക്കാൻ, മനസ്സിലായില്ലേ? ആ അത് ആ ടേബിളിൽ കുറച്ച് ഫ്രൈഡ് റൈസ് കൊടുത്തേ. താനെന്താ ഇവിടെ എപ്പോ വാ, ഇങ്ങോട്ട് വാ. വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? ഭാര്യയും കുട്ടികളൊക്കെ ഒന്നും വന്നില്ലേ? ഓ, അവര് ഭക്ഷണം കഴിക്കണം. കഴിക്കട്ടെ, അവരെ ബുദ്ധിമുട്ടില്ല. മോളെ കഴിക്ക്. ഒന്ന് ശ്രദ്ധിച്ചോ. എന്റെ കർത്താവ്, ഇതെന്തുവാണോ നീ കാണിച്ചേ? ദേ ഇപ്പൊ ക്ലിയർ ചെയ്യാട്ടോ. ഹരീഷ, അവിടെ കുറച്ച് ഫ്രൈഡ് റൈസ് കൊടുക്ക്. അപ്പൊ കൊടുക്കാം. ഇതൊക്കെ ഞാൻ ശരിയാക്കുന്നു വെച്ചാ ക്ലീൻ ചെയ്യടാ. ചേട്ടാ, ഈ പ്ലേറ്റും കൂടെ പൊട്ടിക്കാം. ആ മോളെ, കഴിച്ചു കഴിഞ്ഞല്ലേ പോയി കൈ കഴിയിട്ട് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കാം. മോനെ ആന്റി ഇതെങ്ങോട്ടേ ഓടുന്നു? ഫിലോമിന, എത്ര നാളായി നിന്നെ ആ കണ്ടിട്ട്? എത്ര കാലായി. സുഖായിരിക്കുന്നു. കഴിച്ചായിരുന്നോ? ഇല്ല, ഇപ്പൊ വരുന്ന വഴിയാ. ഈ ഭാഗത്തോട്ടൊക്കെ വന്നിട്ട് ഒത്തിരി നാളായില്ലേ. മോനൊക്കെ അപ്പൊ സുഖായിരിക്കുന്നോ? പരിചയക്കാരെയൊക്കെ കാണട്ടെ, എന്നിട്ടാവാൻ ഭക്ഷണം. സുഖം സുഖായി. ഓ, അവൾക്ക് എന്നാ ഇപ്പൊ എവിടുന്നാ വരുന്നേ? കുര്യച്ചന്റെ അവിടുന്ന്, പള്ളിക്കകത്തോട്. ആ, ആ മോളെ സുഖാന്നോ? ഇപ്പൊ കല്യാണത്തിന് വന്നോണ്ടൊന്ന് കാണാൻ പറ്റി. അയ്യോ, കല്യാണം കൂടാൻ ഒക്കത്തില്ല. ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തല്ലയോ. തിരിച്ചു പോണ്ടായോ? ജെയിംസ് എന്നാ നാട്ടിൽ വരുന്നേ? അടുത്ത മാസം വരും. അതുകൊണ്ട് എന്തായാലും ഇവിടുത്തെ മനസ്സമ്മതമായിട്ട് വന്നേ പറ്റുന്നു.